വെറും 10 ദിവസം കൊണ്ട് 1 കോടിക്ക് മേൽ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിക്കൊണ്ട് ഇന്ത്യൻ ഡിജിറ്റൽ സ്പേസിലേക്ക് ഒരു സുനാമി പോലെ കടന്നുവന്ന കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJP. ഇത് സാധാരണ പോലെ ഒരു ഇൻസ്റ്റഗ്രാമിലെ പേജ് അല്ല. ഇതിന് പിന്നില് നല്ല കൃത്യമായ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട്. ഇത് എവിടുന്ന് വന്നു, എങ്ങനെ, എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയാം. മെയ് 15 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് ഒരു പരാമർശം നടത്തിയിരുന്നു. ഇന്ത്യയിലെ സുപ്രീം കോടതി ഹൈക്കോടതിയിലേക്കുമുള്ള സീനിയർ അഡ്വക്കേറ്റ്സ് ഡെസിഗ്നേഷൻ പ്രോസസിംഗുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള യുവാക്കൾ കോക്രോച്ചിന് തുല്യമാണ്, അതായത് പാറ്റയ്ക്ക് തുല്യമാണ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി. ആ പരാമർശത്തിന് പിന്നെ അദ്ദേഹം ഒരു ക്ലാരിറ്റി വരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തില് അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ഒരു മൂവ്മെന്റ് നടത്തുകയുണ്ടായി. അദ്ദേഹം ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുകയുണ്ടായി. 10 ദിവസം കൊണ്ട് 15 ബില്യൺ ആളുകളാണ് ഈ ഒരു പേജിനെ ഈ ഒരു കാരണത്തിലൂടെ ഫോളോ ചെയ്ത് ആ പേജിലേക്ക് എത്തിച്ചത്. അത് ഇങ്ങനെ കാട്ടുതീ പോലെ പടരുകയും ചെയ്തു. ആദ്യം കരുതിയത് ഒരു വ്യക്തി തുടങ്ങിയ ഒരു പേജ്, അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതിനോട് എല്ലാവരും യോജിക്കുന്നു എന്ന രീതിയിൽ പോയി എങ്കിലും പിന്നീട് മനസ്സിലായി അത് പ്രത്യേകം ടാർഗറ്റ് ചെയ്ത ഒരു പേജാണ്. ആരാണ് ഈ ഇൻസ്റ്റഗ്രാം പേജിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിട്ടുകൊണ്ട് ഇത്രയും ഫോളോവേഴ്സിനെ കൂട്ടിയ ആ മഹാൻ? അഭിജിത് ദിഗെ എന്ന വ്യക്തിയാണ്. അയാളെ ഫോളോ ചെയ്ത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരൻ ആം ആദ്മി പാർട്ടിയുടെ മെയിൻ ആളാണെന്ന്. അതായത് AAP പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സ്റ്റാർ അസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ അഭിജിത്ത്. ഇന്ത്യയിലെ യുവാക്കൾക്കിടയിലേക്ക് വിപ്ലവത്തിന്റെ വിത്തുകൾ പാകാൻ വന്ന ഒരു പ്രൊഫഷണൽ. ഇവരുടെ മാനിഫെസ്റ്റോ ഒക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. വിരമിച്ച ജഡ്ജിമാർക്ക് രാജ്യസഭാ സീറ്റോ ഗവർണർ പദവിയോ നൽകാൻ പാടില്ല, കൂറുമാറ്റം പാടില്ല. അതായത് ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് ജയിച്ച് അതിനുശേഷം MLA ഒക്കെ ആയതിനു ശേഷം അവർ കൂറുമാറും. ആ പരിപാടി നടക്കില്ല. അങ്ങനെ കൂറുമാറിയാൽ അവരെ അയോഗ്യരാക്കണം. 10 വർഷത്തേക്ക് പാർട്ടിയിലേക്ക് കയറ്റാനും പാടില്ല. ക്യാബിനറ്റിൽ 50% സ്ത്രീകൾ. തൊഴിലില്ലാത്തവർക്ക് വേതനം. പരീക്ഷാ തട്ടിപ്പ് നടന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണം. കേൾക്കാൻ നല്ല രസമുണ്ട്. ഭരണത്തിലിരിക്കുന്ന BJPയെ കുറ്റം പറയാനും പരിഹസിക്കാനും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും വേണ്ടി ഒരു ഇൻസ്റ്റഗ്രാം പേജ്. എന്താണ് ഇവർ ഈ ഫോളോവേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത്? ഒരു ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം എന്ന് പറയാനോ? അതോ ഭരണകൂടത്തെ അട്ടിമറിക്കാനോ? അതുമല്ലെങ്കിൽ നേപ്പാളിലെ ജൻസി വിപ്ലവം പോലെ ഇവിടെ ജനങ്ങളെ തെരുവിലിറക്കി പ്രതിഷേധിക്കാനോ? എന്ത് ചെയ്യാൻ പോകുന്നു? എന്താണ് ഇവർക്ക് ചെയ്യാൻ സാധിക്കാന്ന് കണ്ടു തന്നെ അറിയാം. കാത്തിരിക്കാം.